ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോഡ് 4-ാം ദിവസത്തിലേക്ക് കിടക്കുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓക്കെ, 4th ഡേ. അപ്പോൾ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം പ്രീ റിലീസ് തന്നെ 60 crores അടുത്ത് കളക്ട് ചെയ്തിരുന്നു. ഇന്നലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് പടം 200 CR എടുത്തിട്ടുണ്ട്. ഇന്നത്തെ 4th ഡേയ്സോടുകൂടി ഏകദേശം 250 കോടി കളക്ഷൻ പടം നേടിയെടുക്കുന്ന ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കാരണം അത്രയും നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് കമൻസും ഒക്കെ വന്നൊരു പടം എനിക്ക് പേഴ്സണൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. കാരണം നമ്മൾ ആ പടം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടിയെന്നുള്ളൂ. പടം എനിക്ക് കുറേ സമയത്തൊക്കെ ബോറടിച്ചു. പക്ഷെ ടോട്ടലി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് മോശം കണ്ടിരിക്കുക. പിന്നെ വിജയ് എന്നൊരു നടൻ്റെ സ്വാഗും അള ആക്ഷൻ, പിന്നെ മാസ് അഭിനയം, രസം പിടിച്ച അഭിനയമായിരുന്നു വിജയിൻ്റെ. മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് നന്നായി ചെയ്തിട്ടുണ്ട് 2 ക്യാരക്ടർ. അപ്പോൾ ടോട്ടലി എനിക്കൊരു വിജയ് ഫാനിസത്തിനെ ബാധിക്കുന്ന രീതിയിൽ എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ രീതിയിലും ട്രീറ്റ് ചെയ്തിട്ട് 1 time വാച്ചബിൾ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. എനിക്ക് ആ ഒരു 200 രൂപ കൊടുത്ത് എനിക്ക് നഷ്ടം തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ വിജയ് എന്നൊരു നടൻ്റെ ബോക്സ് ഓഫീസ് കരുത്ത് നമ്മൾ കണ്ടത്. ഇത്രയും നെഗറ്റീവ്സ് 4 മണിക്ക് പടം തുടങ്ങി 7:30 ആയപ്പോൾ ഫുൾ നെഗറ്റീവ്സാണ്. അവിടെ സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമൻസ് കൊണ്ട് പൊട്ടിത്തെറിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ സ്പ്രൂയിറ്റ് ഇതാണ് വിജയ്. ആളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആളെ നിലപാടുകൾ, കാര്യങ്ങൾ, അഭിനയമൊക്കെ എന്തായാലും ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ്. കാരണം ആ ഒരു നടൻ്റെ സ്ട്രെങ്ത്താണ്, ആൾ ഫാൻസാണ്, അതൊക്കെ ആൾ വലിയ സ്ട്രെങ്ത്താണ്. ആൾ കരിയറിൽ ഇത്ര വർഷത്തെ ആളുടെ ഇട്ടൻ്റെ എഫേർട്ടും കൂടിയാണ് ഇങ്ങനത്തെ പടങ്ങൾ. ഒരു ആവറേജ് നിൽക്കുന്ന താഴെ പടങ്ങൾ ഇത്രയും കളക്ട് ചെയ്യുന്നതും ഒക്കെ ആളൊരു കഴിവ് തന്നെയാണ്. ഇപ്പം എന്തായാലും മലയാളം ഇൻഡസ്ട്രിയിലും ഒരുപാട് റെക്കോർഡുകൾ അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഇതുവരെ 200 കോടി ഈ വർഷം കളക്ഷൻ വന്നിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ പടമാണ് 200 കോടി രൂപ വരെ മുകളിൽ കളക്ട് ചെയ്തിരുന്നത്. ഏകദേശം 240 കോടി രൂപ മുകളിലാണ് ഒരു ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. ആ റെക്കോർഡ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നതായി. ആവേശത്തിൻ്റെ റെക്കോർഡായാലൊക്കെ ബ്രേക്കിങ്ങിലേക്ക് വരികയാണ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ബ്രേക്ക് ചെയ്യാവുന്ന രീതിയിൽ എത്തിയിട്ടുള്ളൂ. കാരണം തമിഴ് ഇൻഡസ്ട്രി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ 1000 പിന്നെ 100 കോടി കളക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ നല്ല കാര്യം. വിജയ് എന്നൊരു നടനെ നമുക്ക് പേഴ്സണലി ഇഷ്ടമാണ്, ആളെ നിലപാടുകൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് 61 കോടി രൂപയോളം കളക്ട് ചെയ്തിരുന്നു കേട്ടോ. അത് വലിയൊരു സംഭവമാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമയിൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ വേറൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവദൂതൻ 50 days കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അന്ന് നമ്മൾ ജനങ്ങൾ കയറാതെ ഇരുന്ന പടം ഇന്ന് ജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 50 days ആയിട്ട് ഏകദേശം 30ഓളം കേന്ദ്രങ്ങളിൽ പല സ്ഥലത്ത് പടം ഉണ്ട് കേട്ടോ. വിദേശത്തും പല സ്ഥലങ്ങളിലായിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഷോയൊക്കെ ആയിരിക്കും. എനിവേ അത് വലിയൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം അന്ന് ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോയി വന്നൊരു പടമാണ്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ വളരെ രസമായിട്ടുണ്ട്. അന്ന് കയറിയില്ല ഇന്ന് ആളുകൾ അന്ന് കയറിയില്ല ഇന്ന് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ശരിവ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ ലാലേട്ടനെ തന്നെ വീണ്ടും 2 റിലീസുകൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ 20. എനിക്ക് സത്യമായിട്ട് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചൊരു പടമാണ്. കണ്ടിട്ടില്ല തിയേറ്ററിൽ. 20 വരുന്നുണ്ട്. മോഹൻലാൽ, പ്രകാശ് രാജ്, ഐശ്വര്യ റായ്. മൂവി. അപ്പോൾ ആ പടം തിയേറ്ററിലേക്ക് വരാൻ റിലീസിന് ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ 6-ാം തമ്പുരാൻ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. തേന്മാൻ കുമ്പത്ത് റിലീസ് ഒരുങ്ങുന്ന ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ വെള്ളിയാട്ടം കൺഫേം ആയിട്ട് റിലീസിനുണ്ട്. അടുത്ത് തന്നെ ഉണ്ടായിരിക്കും പടം. അപ്പോൾ ഓൺ റിലീസുകൾ അടുത്ത ആഴ്ച വരാനിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ നുണക്കുഴി 50 കോടിയിലേക്ക് എടുക്കുന്നു. വാഴ 35+ എല്ലാ പടങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തെലുങ്ക് എന്നുള്ള പടം സൂര്യ സാറ്റർഡേ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ആഴ്ച വേറെ പടങ്ങളൊന്നും ഇല്ലാത്തത് ഇവർ ഗുണം ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച എത്തുന്നതോടുകൂടി ഒരുപാട് പടങ്ങളാണ് റിലീസിലുണ്ട്. സെപ്റ്റംബർ മാസം ശരിക്ക് ഒരുപാട് പടങ്ങളാണ് റിലീസ്. പുതിയ പടങ്ങൾ ഇപ്പോഴും ഡേറ്റ് അനൗൺസ്ഡ് ആണ്. ഇപ്പം ഇന്നലൊരു പടത്തിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 10 കിഷ്കിന്ദ കാണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. തെക്ക് വടക്ക് സെപ്റ്റംബർ 20 വിനായകനൊക്കെയാണ്. പിന്നെ യൂത്ത് ഓറിയൻ ടീമൊക്കെയാണ്. സുരാജ് വെഞ്ഞാറം കൂടെ ഉണ്ട്. അപ്പോൾ ആ പടം റിലീസിനുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. ഈ മാസം ഏകദേശം ഓണം റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. കഥ ഇന്ന് വരെ എന്നുള്ള പടം വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. മേപ്പടിൻ സംവിധായകൻ ബിജു മേനോൻ നായകനൊക്കെ ചെയ്യുന്ന അവാർഡാണ്. നമ്മളെ ദേശീയ അവാർഡ് ജേതാവാണ്. വിഷ്ണു മോഹൻ്റെ പടത്തിൻ്റെ പ്രമോഷൻ
അതിൽ അനുമോഹൻ, നിഖില വിമല്, അനുശ്രീ. ഒരു ഗംഭീര പ്രൊമോഷനാണ് ഈ പടത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ മരണക്കിണർ പറയില്ലേ, മരണക്കിണർ, അത് കാറിൽ നിന്നിട്ട് കഥ എന്ന് വരെ എന്നുള്ളതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. യൂട്യൂബ് അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അതിൻ്റെ ഗംഭീര പ്രൊമോഷൻ വീഡിയോ ആണ് കേട്ടോ. അത് കാണണം നമ്മൾ. ഒരു വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് കുറേ ന്യൂസുകളൊക്കെ വന്നു. ടീം കഥ ഇന്ന് വരെ മേഡ് ഹിസ്റ്ററി ഫോർ ദ ഫസ്റ്റ് ടൈം. എ മൂവി ടീം അലോങ് വിത്ത് ആർട്ടിസ്റ്റ് പെർഫോംഡ് എ റിയൽ സ്റ്റൺസ് ഇൻ ഡെത്ത് വാൽ. അനുമോഹൻ, അനുശ്രീ, നിഖില വിമൽ കിക്ക്ഡ് ഓഫ് ദ ഔട്ട്ഡോർ പ്രൊമോഷൻ ഓഫ് കഥ ഇന്ന് വരെ ഇൻസ്റ്റയിൽ സെപ്റ്റംബർ 20. വലിയൊരു പ്രൊമോഷനാണ്. പല പടത്തിന്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇതൊരു രക്ഷയില്ല. ഒരു വീഡിയോയിൽ ഞാൻ അയച്ചു തരാം, ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ എന്തായാലും ഇത് കാണണം. അപ്പം ഒരുപാട് പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓണം അങ്ങോട്ട് വന്നെത്തി. നമ്മുടെ പടങ്ങൾ വ്യാഴാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് അജയൻ്റെ 2ാം മോഷണം നമ്മൾ 6:30 തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫാൻ ഷോ. അത് കഴിഞ്ഞിട്ട് അന്ന് ഇറങ്ങുന്ന കിഷ്കിന്താകാണ്ട് വേറൊരു പടം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ പടങ്ങൾ എൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് തരാം. എന്തായാലും 2 ദിവസത്തിലുള്ള എല്ലാ പടങ്ങളും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം എല്ലാവരും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണം വിഷസ്. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടുണ്ടാവും വിചാരിക്കുന്നു. പൂക്കളൊക്കെ ഇട്ട് വന്നുള്ളൂ അപ്പോൾ എൻജോയ്. അപ്പോൾ എല്ലാവർക്കും വൺ ടൈം ഒന്നും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ കരുത്ത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.